നന്ദു ശരവണനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, രേണുവായിട്ട് നിനക്കൊരു പരിചയമില്ല എന്ന് പറഞ്ഞിട്ട് നീ അവളുടെ മസാജ് സെൻറ്ററിൽ പോകുന്ന സമയത്ത് കണ്ണ് മൂടി കെട്ടിയായിരുന്നു പോയിരുന്നതെന്ന് ചോദിക്കട്ടോ. പിന്നെ അത് മാത്രമല്ല, ശരവണൻ്റെ പേരിൽ വേറെയും കേസുകളൊക്കെ ഉണ്ട്. അതൊക്കെ നന്ദു ഓരോന്നായിട്ട് എടുത്ത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. 2011 ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ചിട്ട് ഒരു അമ്മയും മകളും ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ആ പെൺകുട്ടീനെ ബലമായിട്ട് പിടിച്ച് ചുംബിക്കുകയൊക്കെ ചെയ്താണ്. അതിനെതിരെ അവർ കേസും കൊടുത്ത് അതിലും പ്രതിയാണ് കേട്ടോ ഈ ശരവണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ. അപ്പോൾ അതൊക്കെ കോടതിയെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ടായിരുന്നു നന്ദു. പിന്നെ അത് മാത്രമല്ല, രേണുകയും ശരവണനും തമ്മിൽ ഒരു ബന്ധമില്ല എന്നാണ് കോടതിയിലേക്ക് അവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ നല്ല സുഹൃത്തുക്കളാണെന്നും കോടതിക്ക് ബോധ്യമായിട്ടുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല, നന്ദു പറയുന്നുണ്ടായിരുന്നു, പല കേസുകളും തെളിയുന്നത് ക്യാമറ കണ്ണുകളിലൂടെയാണല്ലോ. അപ്പോൾ ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം നടന്ന സ്ഥലത്തും ഇങ്ങനെ CCTV ക്യാമറകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇങ്ങനെ അന്ന് നടന്ന കാര്യങ്ങളെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് മാരാർ വക്കീൽ അവിടെ ഒരു പെൻഡ്രൈവും കൂടെ ജഡ്ജിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് എന്താ അവിടെ നടന്നതെന്നുള്ള ഇതെല്ലാം അതിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ കൊടുത്തിട്ട് മാരാർ വക്കീൽ ഇങ്ങനെ ഓർക്കുന്നുണ്ടായിരുന്നേ. ദേവയാനിയും അതുപോലെ തന്നെ വക്കീലും കൂടെ സംസാരിക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ദേവയാനിയാണ് ആ പെൻഡ്രൈവ് ഇങ്ങനെ വക്കീലിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആൻ മരിയേനെയും കൂട്ടി അന്നിങ്ങനെ നയനയുടെ അതൊക്കെ ഇങ്ങനെ ചാനലിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ആ കുട്ടിയുണ്ടല്ലോ, ദേവയാനിയുടെ ഫ്രണ്ടിൻ്റെ മോള് ആൻ മരിയ. അപ്പോൾ അവളെയും കൂട്ടി അവിടെയൊക്കെ ചെന്ന് ക്യാമറയൊക്കെ പരിശോധിച്ച് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഇതാണ് കേട്ടോ, വിഷ്വൽസ് ആണ് കേട്ടോ. അപ്പോൾ അതെന്തായാലും കേസിന് ഉപകരിക്കും എന്ന് പറഞ്ഞിട്ടാണ് ദേവയാനി അത് ഇങ്ങനെ മാരാർ വക്കീലിനെ ഏൽപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേവയാനിക്കും നന്ദു ഇങ്ങനെ കേസ് ജയിക്കും എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുന്നതെന്നൊക്കെ വക്കീലിനോട് പറയുന്ന സമയത്ത് വക്കീൽ ചോദിക്കുന്നുണ്ടായിരുന്നു, ദേവയാനി എന്താ ഇങ്ങനെ ഒളിഞ്ഞിരുന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ദേവയാനിക്ക് പുറത്ത് വന്നൂടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനുള്ള സമയമായിട്ടില്ല, അതിന് സമയമാകുമ്പോൾ ഞാൻ അങ്കിളിനെ അറിയിക്കാമെന്ന് പറഞ്ഞ് ദേവയാനി നന്ദു കേസ് ജയിക്കും എന്നുള്ള ആ വിശ്വാസത്തിൽ തന്നെയാണ് കേട്ടോ അവിടുന്ന് പോരുന്നത്. അപ്പോൾ നന്ദു തെറ്റൊന്നും ചെയ്യില്ല എന്നുള്ള ആ ഒരു ഉറപ്പും കൂടി ദേവയാനിക്കുണ്ട്. അതൊക്കെ പറഞ്ഞ് സംസാരിച്ചിട്ടാണ് കേട്ടോ അവർ പിരിയുന്നത്. പിന്നെ നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ CCTVയിൽ പതിഞ്ഞിട്ടുള്ള ആ വിഷ്വൽസ് തന്നെ മതിയായിരുന്നു. അപ്പോൾ എന്തായാലും ജഡ്ജി അതൊക്കെ പെൻഡ്രൈവൊക്കെ ലാപ്പിൽ കണക്ട് ചെയ്ത് അതെല്ലാം ഇട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ശരവണൻ ഇങ്ങനെ ബൈക്കിൽ വരുന്നതും ആ പെൺകുട്ടിയുടെ തലമുടിയിൽ പിടിച്ച് വലിക്കുന്നതും എല്ലാം തന്നെ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോടതിക്ക് ഇങ്ങനെ നന്ദു ഈ കേസിൽ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുന്നുണ്ടായിരുന്നേ. അപ്പോൾ നന്ദു ആണെങ്കിലും നന്ദുവിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. നന്ദു ഇങ്ങനെ നിയമത്തിനെ വെല്ലുവിളിക്കാനല്ല, അതിനോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോലീസ് യൂണിഫോം ഇടാൻ തീരുമാനിച്ചതും SI ടെസ്റ്റ് എഴുതിയതും ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോവേണ്ടിയിരുന്നതാണ്, പക്ഷേ ഇന്ന് എനിക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് തെളിയിക്കണമായിരുന്നു എന്ന് പറയുകയാണ് കേട്ടോ. എന്നും നിയമത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചതും എന്നും പറയുകയാണ്. അപ്പോൾ ഇതിനോടകം തന്നെ നന്ദു ഇങ്ങനെ ഈ കേസിൽ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദു പറയുന്നുണ്ടായിരുന്നു, നിരുപാധികം വിട്ടയക്കണം, അതുപോലെ തന്നെ ഇങ്ങനെ ഈ കേസ് കോടതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചവർക്ക് ഇങ്ങനെ നല്ല ശിക്ഷയും കൊടുക്കണം എന്ന് പറയാൻ കേട്ടോ. രേണുക അതുപോലെ തന്നെ ശരവണന് ഒരുപോലെ തെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നന്ദുവിനെ ഈ കേസിൽ കുടുക്കിയതിൻ്റെ പിന്നിൽ ഇങ്ങനെ പലർക്കും പല ഉദ്ദേശം ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ SI ആവുന്നത് തടയാനും കൂടെ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ പിന്നിൽ ആരോ കളിച്ചത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നന്ദു ആണെങ്കിലും എന്തായാലും നന്ദുവിൻ്റെ കേസ് വാദിച്ച് കേസ് ജയിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ജഡ്ജി ആണെങ്കിലും SIനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. താനിങ്ങനെ ഒരു പോലീസ് യൂണിഫോം ഇട്ട് തനിക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വം വേണ്ടേ, അതുപോലെ തന്നെ ഇങ്ങനെ ആ സംഭവം നടന്ന സ്ഥലത്ത് ക്യാമറ ഉണ്ടെന്ന് ഇപ്പോൾ പല സ്ഥലത്തും ക്യാമറ ഉള്ളതാണല്ലോ, അവിടെ പോയി അതൊക്കെ അന്വേഷിച്ച് ഇതാക്കാനുള്ള ഇതുപോലും നീ കാണിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് SIനെ കുറേ വഴക്ക് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മാരാർ വക്കീലും പറയുന്നുണ്ടായിരുന്നു SIക്ക് ഇതിലെന്തോ ഒരു ഇതുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ദേഷ്യം ഇതൊക്കെ തന്നെ തുടക്കത്തിലുണ്ടല്ലോ, അഭി അയാളെ തല്ലി ചതച്ചുകൊണ്ട്. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയും തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം, ഇതുപോലെ തന്നെ വേണം, ഇനി ഇങ്ങനെ SI ആയിട്ടുണ്ടെങ്കിലും ഇയാളെപ്പോലെ ഒരു SI ആവരുത്, തെറ്റ് കണ്ടാൽ പ്രതികരിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കേട്ടോ ജഡ്ജി നന്ദുവിനെ എന്തായാലും ഇനിയിപ്പോൾ ഇതിലിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ കേസ് പറയാനും വിധി പറയാനും ഒന്നുമില്ല. എന്തായാലും നന്ദന എന്ന പെൺകുട്ടി ഇങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമായതുകൊണ്ട് തന്നെ ഈ കേസ് ഇങ്ങനെ വിജയിച്ചതായിട്ടും അതുപോലെ തന്നെ നന്ദുവിനെ വെറുതെ വിട്ടതായിട്ടും അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നടന്ന കേസിൻ്റെ അന്വേഷണം ഒന്നും കൂടെ വേറെ ഒരു സംഘത്തിനെ ഏൽപ്പിച്ച് നടത്തണം എന്നും കൂടെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ SI ആണെങ്കിലും ഇങ്ങനെ ജഡ്ജി വഴക്ക് പറയുന്ന സമയത്തും തലയും താഴ്ത്തി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണുവിനൊക്കെ ഇത് കേൾക്കുമ്പോൾ ഒരു അടി കിട്ടിയ പോലെയായി. അതുപോലെ തന്നെ ഇങ്ങനെ വിധി പറയുന്ന സമയത്ത് രേണുകയും ശരവണനൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പോകാനായിട്ട് തുടങ്ങുമ്പോൾ അവരോട് പോകരുത്, അവിടെ തന്നെ നിൽക്കാനായിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് എന്തായാലും എന്തായാലും കേസ് വാദിച്ച് ജയിച്ചു. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അവരെല്ലാവരും പുറത്തേക്ക് വരുന്നത്. നന്ദു കേസ് വാദിക്കുന്നത് കണ്ടിട്ട് തന്നെ നയനയ്ക്കും അതുപോലെ തന്നെ നവിക്കൊക്കെ ഭയങ്കര സന്തോഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നവ്യാണെങ്കിലും അത് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു
കേട്ടോ, ഇതൊക്കെ പഠിച്ചു വെച്ചിരിക്കുകയായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ മാരാർ വക്കീൽ സഹായിച്ചതാണെന്ന് നന്ദും പറയാണ്ട്. അപ്പോഴേക്കും മാരാർ വക്കീൽ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ വക്കീലിനോട് നന്ദിയൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നന്ദുവിനെ കുറിച്ച് എന്തായാലും മാരാർ വക്കീൽ ഇങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, ഇതൊരു തീപ്പൊരി തന്നെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ നന്ദുവിൻ്റെ കൂടെ നിന്നതും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനെ കുറിച്ച് പറയുമ്പോൾ നവ്യയ്ക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. പിന്നെ വക്കീലിനോട് ഫീസിൻ്റെ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ഫീസൊന്നും വേണ്ടാന്നൊക്കെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അങ്ങനെ അവർ തമ്മിലൊരു പരിചയം ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ തമ്മിൽ നല്ല പരിചയമായി, ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്ത് കേസ് ഉണ്ടെങ്കിലും എന്നെ വിളിച്ചുകൊണ്ടു, അതിനെന്തായാലും ഞാൻ ഫീസൊന്നും വാങ്ങിക്കില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. പിന്നെ എന്തായാലും വക്കീൽ അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോഴേക്കും അവരും പോവാമെന്ന് പറയുന്ന സമയത്താണെങ്കിൽ നന്ദു പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അങ്ങ് പോകാൻ വരട്ടെ, കാണേണ്ടവരെയൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ പറഞ്ഞിട്ട് ഇങ്ങനെ തിരിയുന്ന സമയത്താണെങ്കിലും അവർ വീണു അങ്ങോട്ട് വന്നിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും നമ്മുടെ രണ്ട് കുടുംബക്കാർക്ക് അല്ലെങ്കിലും ഇങ്ങനെ മൂർത്തി സാറിനും അതുപോലെ തന്നെ അനന്തപുരിയിലും ഇങ്ങനെ വലിയൊരു നാണക്കേട് ഒഴിവായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ വേണു വരുന്നത്. അപ്പോൾ നന്ദു ആണെങ്കിലും വേണുവിനോട് നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ പെൺകുട്ടീനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ എന്നും അതിങ്ങനെ ആളുകളുടെ ഇടയിൽ അതിങ്ങനെ ഇനിയിപ്പോൾ അവളെ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടയച്ചാലും അതെന്നും അവരുടെ മനസ്സിലുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് വേണുവിനെ അങ്ങ് ഇതാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ തന്നെയാണ് നന്ദു പറയുന്നത്. അപ്പോൾ എന്തായാലും ഇങ്ങനെ എനിക്ക് ഇവരുമായിട്ടൊരു ബന്ധമില്ല, ഞാൻ ഇങ്ങനെ ഇവരെ അറിയ പോലും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ശരവണനും രേണുക ആ സമയത്ത് അവിടേക്ക് വരുന്ന സമയത്ത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും അവരെ ശിക്ഷിക്കാൻ പോവല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പറയുകയാണ്. അപ്പോൾ നവ്യാണെങ്കിലും നല്ലോണം പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന സമയത്താണ് കേട്ടോ വേണു പറയുന്നത്, എനിക്കിതിലൊരു പങ്കുമില്ല, എനിക്ക് ഇവരെ അറിയ പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞ് പറയുന്നത്. അപ്പോൾ രേണുക അതുപോലെ തന്നെ ശരവണനും അങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ വേണു അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യുകയാണ്. പിന്നീട് നന്ദു ശരവണനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും തെറ്റിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെങ്കിലും അതിങ്ങനെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാനും അതിൽ നിന്ന് ഊരിപ്പോരാനും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയുകയാണ് കേട്ടോ. എന്നിട്ട് രേണുവിനോടും പറയുന്നുണ്ടായിരുന്നു, ഒരാൾ മസാജ് സെൻറ്റർ പൂട്ടിയപ്പോൾ ഇങ്ങനെ കൂട്ടത്തിലുള്ളവരെ തന്നെ കുരുതി കൊടുക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നൊക്കെ പറയും. പിന്നെ നൈനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ ഞങ്ങളുടെ മോള് SI ആയിട്ടാണ് വരാൻ പോകുന്നത്, ഈ സ്റ്റേഷനിൽ തന്നെയാണ് അവൾ ചാർജ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിനക്കൊന്നും ഒരു രക്ഷയില്ല എന്ന് പറയട്ടോ, ഈ നാടനെ വിട്ട് പോവേണ്ടി വരും എന്നൊക്കെ നൈന ഭയങ്കര ദേഷ്യത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആരാന്നൊക്കെ ഞങ്ങളും കണ്ടുപിടിച്ചോളാം. വേണു അപ്പോൾ അവിടെ നിന്ന് അങ്ങ് പോയിട്ടേ ഉള്ളൂ. അപ്പോൾ വേണു ആണോ ഇതിൻ്റെ പിന്നിൽ എന്നൊക്കെ അവരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊന്നും മിണ്ടുന്നില്ല. പിന്നീട് അതൊക്കെ പറഞ്ഞിട്ട് രേണുകയാണെങ്കിലും ശരവണനോട് പറയുന്നുണ്ടായിരുന്നു, നമ്മളെ ഈ പണി ഏൽപ്പിച്ചവൻ പോയല്ലോ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ശരവണൻ പറയുന്നുണ്ടായിരുന്നു, അയാൾ പോയിക്കോട്ടെ, അയാൾക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല, നമ്മളെ ഈ കേസിൽ നിന്ന് ഊരി തരേണ്ടത് അയാൾ തന്നെയാണ്, അല്ലെങ്കിൽ പിന്നെ അയാൾക്കും നല്ല പണി കിട്ടുമെന്ന് ശരവണനും പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് നയനിയും നവീൻ നന്ദു ഒക്കെ കൂടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ ഗോവിന്ദനും കനകയൊക്കെ ആണെങ്കിലും ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നേ. ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ മരുന്നൊക്കെ കഴിക്കാനുള്ളതുകൊണ്ടും ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ കനകയാണെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇവർ വരുന്ന കാറ് അവിടെ വന്ന് നിർത്തുന്നത് കേട്ടോ. അപ്പോൾ അവരാണെങ്കിലും ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ നോക്കുകയാണ്. ആദ്യം നവീൻ നയനയൊക്കെയാണ് കേട്ടോ ഇറങ്ങുന്നത്, നന്ദു ഇല്ലേ എന്നുള്ള ആ ഒരു ഇതിലാണ് കേട്ടോ അവർ നോക്കുന്നത്. അപ്പോഴേക്കും നന്ദും ഇറങ്ങി വരുന്നത് കാണുമ്പോൾ തന്നെ കനകയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ കനകയാണെങ്കിലും ഓടി വന്ന് നന്ദുവിനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുകയാണ് കേട്ടോ. പിന്നീട് കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. ഗോവിന്ദനാണെങ്കിലും ഇങ്ങനെ ആദർശ് ഇന്നലെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വലിയ ഇതൊന്നും എനിക്കുണ്ടായിരുന്നില്ല, എന്തായാലും മോൾക്ക് വേണ്ടി വന്ന വക്കീൽ നല്ല മിടുക്കനായിരുന്നു അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നൈനിയും നവി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, നന്ദുവിൻ്റെ കേസ് നന്ദു തന്നെയാണ് വാദിച്ചത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിലും അത് ഇങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഈ കേൾക്കുന്നത് സത്യം തന്നെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കനകയാണെങ്കിലും ഭയങ്കര സന്തോഷത്തിൽ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെ, അവൾ തന്നെയാണ് അവളുടെ കേസ് വാദിച്ച് ജയിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പോലും അറിയില്ലായിരുന്നു, ഞങ്ങളോടൊന്നും ഇവൾ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ മാരാർ വക്കീലിനോട് പറഞ്ഞിട്ട് നന്ദു തന്നെയാണ് പറഞ്ഞത്, നന്ദുവിൻ്റെ കേസ് വാദിച്ചോളാന്ന്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നന്ദു തുറന്നു പറയുകയാണ് കേട്ടോ. പിന്നെ എന്തായാലും അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും കേസിൽ നിന്ന് എന്തായാലും ഊരിപ്പോന്നല്ലോ. അപ്പോൾ ട്രെയിനിങ്ങിന് പോകാൻ പറ്റിയില്ലെങ്കിലും ഇനിയിപ്പോൾ അടുത്ത ക്യാമ്പ് വരുമ്പോൾ പോകാമെന്നൊക്കെ പറയുകയാണ്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ എന്തായാലും ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ആരും, അതൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും ഭക്ഷണമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അമ്മ വേഗം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് പറയുകയാണ് കേട്ടോ. അപ്പോൾ നവിയുടെ വയറ്റിലൊരു കുഞ്ഞുള്ള കാര്യം പോലും കനക മറന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നൈനിയാണെങ്കിലും പറയുകയാണ്, ഇവിടെ ഒരാളുടെ വയറ്റിൽ വേറൊരാളും കൂടെ ഉണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ അതങ്ങ് മറന്നുപോയി, അമ്മ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് പറയുമ്പോൾ നന്ദു ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പം അമ്മ ഇതുവരെ ഒന്നും ഉണ്ടാക്കിയില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അമ്മയ്ക്ക് അതിന് ഇങ്ങനെ ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ ഒന്നും ഉണ്ടാക്കാൻ, ഇവിടെ ദോശമാവ് ഇരിപ്പുണ്ട്, അതങ്ങ് കോരി ഒഴിച്ചാൽ കഴിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിൽ അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ. അപ്പോൾ അകത്തേക്ക് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നന്ദുവിനോടാണെങ്കിലും ഇങ്ങനെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു,
മോളിനി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും കണ്ടാലേ എടുത്ത് ചാടരുത് എന്നൊക്കെ പറഞ്ഞ് നന്ദുവിന് കുറേ ഉപദേശമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അനാമികയാണെങ്കിലും വേണുവിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വേണുവാണെങ്കിലും ഇങ്ങനെ കോള് എടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ദേഷ്യമാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ രേവതി പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ അവിടെ നടന്ന സംഭവങ്ങളൊക്കെ നേരിട്ട് വന്ന് പറയാനായിരിക്കും, അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തതെന്ന് പറയും. അനാമികയ്ക്കാണെങ്കിലും ഇങ്ങനെ വേണു ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ അതിൻ്റെ ദേഷ്യം ഉണ്ടായതുകൊണ്ട് രേവതിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, അതെന്തിനാ അങ്ങനെ നേരിട്ട് വന്ന് പറയുന്നത്, ഫോണിലൂടെ പറഞ്ഞാലും മതിയല്ലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ എന്തായാലും വേണുവേട്ടൻ പറഞ്ഞ പോലെ തന്നെ കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇത് അച്ഛൻ്റെ അമ്മയുടെ ഒരു മധുര പ്രതികാരമാണെന്ന് തന്നെ കൂട്ടിക്കോട്ടെ. എന്തായാലും അന്ന് ഇങ്ങനെ രാത്രി ഹെൽമെറ്റും വെച്ച് വന്നത് അവൾ തന്നെയാണ്, അവളും അവളുടെ കൂട്ടുകാരും തന്നെയാണ്. അതിൻ്റെ ഒരു ചെറിയൊരു തിരിച്ചടിയാണ്, ഇതൊരു തുടക്കമായിരിക്കണം എന്നൊക്കെ ആ സമയത്ത് അനാമികയും പറയുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മോളിപ്പോൾ ഇനി അവൾ കേസ് ഇങ്ങനെ തോറ്റിട്ടുണ്ടെങ്കിലും അവളുടെ ചേച്ചിമാരുടെ മുന്നിൽ ചെന്ന് നിന്നിങ്ങനെ സന്തോഷിക്കാനൊന്നും നിൽക്കരുതെന്ന് പറയട്ടെ. അപ്പോൾ പിന്നീട് ഇനിയിപ്പോൾ നവ്യാണെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു വിളഞ്ഞ വിത്താണ്, അവളെയും കൂടെ എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെയാണ് കേട്ടോ അനാമിക പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവളെ ഓരോന്ന് ചെയ്യുന്നത് സൂക്ഷിച്ച് വേണം. അവളെന്തായാലും മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ അനിയുടെ വല്യമ്മേനെ ഇങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പല വിഷം ചേർത്തുകൊണ്ട് തന്നെയാണല്ലോ അവർ ഹോസ്പിറ്റലായത്. അതൊക്കെ അവളങ്ങ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യം കുഴപ്പത്തിലാവും. അതുകൊണ്ട് ഇങ്ങനെ മോളിങ്ങനെ അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്നും സന്തോഷിക്കാനൊന്നും നിൽക്കരുത് എന്നൊക്കെ പറയട്ടെ. അപ്പോൾ എന്തായാലും എനിക്ക് അവളുമാരെ കാണുമ്പോൾ എന്തായാലും ഇങ്ങനെ സന്തോഷം വരും, ചിരിക്കാനൊക്കെ തോന്നും എന്നൊക്കെ ഇങ്ങനെ അനാമിക പറയാനുണ്ട്. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വേണം എന്നൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നന്ദു കേസ് ഇങ്ങനെ തോറ്റിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുന്നത്. വേണുവാണെങ്കിൽ ഫോൺ എടുക്കാത്തതുകൊണ്ട് അതൊന്നും അറിയാനും പറ്റുന്നില്ല. പിന്നീട് ഗോവിന്ദനും നയനിയും നവ്യ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിനിങ്ങനെ നവ്യ കഴിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ആദ്യം ഇളയ മോൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദുവിന് വായിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കനകയാണെങ്കിലും ഇങ്ങനെ നന്ദുവിന് ഇങ്ങനെ വാരി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു, അവിടെ പൊരുത്തി ഇങ്ങനെ നന്ദു കേസ് തോറ്റതും ഇങ്ങനെ അറിയാനായിട്ട് കാത്തിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയാനുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, അവൾ മാത്രമല്ല ആനന്ദപുരിയിൽ ഇങ്ങനെ മറ്റു ചിലരും കൂടെ ഇതൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ കനക ചോദിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ ഇതിനോടകം തന്നെ അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടാവില്ലേ ഇപ്പോൾ എന്ന് പറയൂട്ടോ. അപ്പോൾ അവർ പ്രതീക്ഷിച്ച് കാണില്ല കേസ് ഇത്രയും പെട്ടെന്ന് തീരുമെന്ന്, ഇങ്ങനെ കോടതി പിരിയേണ്ട സമയമൊന്നും ആയിട്ടില്ലല്ലോ, ഇത് പെട്ടെന്ന് തീർന്നതല്ലേ എന്ന് പറയൂട്ടോ. അപ്പോൾ എന്തായാലും പിന്നീട് ഇങ്ങനെ നന്ദു തന്നെയാണല്ലോ കേസ് വാദിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, മോൾ ആദ്യം ഇങ്ങനെ വക്കീലാവാനല്ലേ ആഗ്രഹിച്ചത്, അതുകൊണ്ടായിരിക്കും മോൾക്ക് നന്നായിട്ട് ഇങ്ങനെ കേസൊക്കെ വാദിക്കാൻ പറ്റിയത്. മോള് വക്കീൽ തന്നെ ആയാൽ മതിയായിരുന്നു, അതായിരുന്നു നന്നായിരുന്നത്. ഇതുപോലെ SI ആയിട്ടുണ്ടെങ്കിൽ മോൾക്ക് എന്നും ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയാനുണ്ട്. അപ്പം നന്ദു ആണെങ്കിലും ആ സമയത്ത് ഇങ്ങനെ ഗോവിന്ദൻ്റെ മുഖത്തേക്ക് നോക്കുന്നിടത്താണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ അവസാനിച്ചിട്ടുള്ളത്. പിന്നെ അതിന് മുന്നേ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഇങ്ങനെ മോൾക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റിയില്ലെങ്കിലും ഇങ്ങനെ ചേച്ചിമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനൊക്കെ മോള് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ആ ആഗ്രഹം നടന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നേ.